ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലോട്ടോയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ വിഡ്രോ ചെയ്യാം, എങ്ങനെ ടിക്കറ്റ് എടുക്കാം, എങ്ങനെ പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. ലോട്ടോ എന്ന് പറയുന്നത് ഏകദേശം 2012 സ്റ്റാർട്ട് ചെയ്ത ഒരു ലോട്ടറി കമ്പനിയാണ്. ഏകദേശം 10 വർഷം കഴിഞ്ഞു. വളരെ നല്ലൊരു വെബ്സൈറ്റ് ആണ്. ലോട്ടറി കഴിഞ്ഞാൽ നമുക്ക് ലോട്ടറി എടുക്കാൻ പറ്റിയ. അതുമാത്രമല്ല ഇതിൽ UPI പേയ്മെൻറ്റ് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് പർച്ചേസ് വളരെ ഈസിയാണ്. നമുക്ക് നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഏതെങ്കിലും UPI പേയ്മെൻറ്റ് ആപ്പ് വഴി നമുക്ക് ടിക്കറ്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാൻ നോക്കാം. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ലോട്ടോൻ്റെ വെബ്സൈറ്റിൽ പോകും. വെബ്സൈറ്റിൽ പോയിട്ട് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കാണാം ഒരു ലോഗിൻ ചെയ്യാനുള്ള ബട്ടൺ. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാനാണ് പറയുക. അപ്പം അക്കൗണ്ട് ഇല്ലാത്തൊരു താഴെ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജെൻഡർ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ID, പാസ്വേഡ് എന്നിവ കൊടുത്തിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇതിൽ മൊബൈൽ നമ്പർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നിർബന്ധമല്ല. അത് പിന്നീട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ നമ്മുടെ ഫസ്റ്റ് നെയിം ആഡ് ചെയ്യുക, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ നമ്മുടെ ID പ്രൂഫ് ഉള്ളതുപോലെ തന്നെ ചെയ്യാം. ഇതിലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് $1000 വിഡ്രോ ചെയ്യാൻ വരെ നമുക്ക് KYC കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് $1000 വരെ നമ്മൾ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ബാങ്കിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. $1000 മുകളിലാണെങ്കിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അത് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ അവർ ചോദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്വേഡൊക്കെ കുറേ പ്രാവശ്യം തെറ്റിയിട്ട് നമ്മൾ എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളോട് KYC കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി, ID പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം നമ്മൾ പാസ്വേഡ് ഒരു സാധാ പാസ്വേഡ് കൊടുത്താൽ മതി. ഒരു ക്യാപിറ്റൽ, ഒരു സ്മോൾ, ഒരു നമ്പർ ആ ലെവലിൽ കൊടുത്താൽ മതി. അതായത് കേരള 123 എന്ന് പറയുന്ന ഒരു പാസ്വേഡ്, ആ ടൈപ്പ് പാസ്വേഡ് കൊടുത്താൽ മതി. അതിനുശേഷം താഴെ നമ്മൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം 18 വയസ്സായി എന്നുള്ളത് ടിക്ക് ചെയ്യുക. ആ കോളം ടിക്ക് രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കുറേ ആൾക്ക് ടിക്കറ്റ് എടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇതിൽ ആദ്യമായിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ആദ്യമായി രജിസ്റ്റർ ചെയ്ത് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ആ ടിക്കറ്റ് എടുക്കുന്ന തുകയ്ക്ക് ഏകദേശം $4 വരെ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കും. അപ്പോൾ അതായത് നമ്മൾ $4 ഒരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് $4 നമ്മുടെ ലോട്ടോ ഏജൻറ്റ് വാലറ്റിലേക്ക് ആഡ് ആവും. ആ എമൗണ്ട് കൊണ്ട് നമുക്ക് വീണ്ടും ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരെ ലോട്ടോ ഏജൻറ്റ് ഹോം സ്ക്രീനിലേക്ക് വരിക, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോട്ടറീസ് എന്നുള്ളത് കാണാം. ഓൾ ലോട്ടറി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ അധികം ലോട്ടറികളുണ്ട്. ഞാൻ എടുക്കാൻ പോകുന്ന ലോട്ടറി എന്ന് പറയുന്നത് ന്യൂയോർക്ക് ലോട്ടോ ആണ്. താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ന്യൂയോർക്ക് ലോട്ടോ എന്ന് കാണാം. 2 ലൈനിന് $3 ആണ്. ഞാൻ 2 ലൈനാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് വളരെ നല്ല ലോട്ടറിയാണ്. 59 നമ്പർ നമ്മൾ 6 നമ്പർ മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ മാച്ച് ചെയ്താലാണ് നമുക്ക് 1ാം സമ്മാനം ലഭിക്കുക. അത് മാത്രമല്ല വലിയ ലോട്ടറികൾക്കാണ് സിൻഡിക്കേറ്റ് ഓപ്ഷൻ ഉണ്ടാവുക, അതായത് ഗ്രൂപ്പ് പർച്ചേസിങ്. US മെഗാ മില്യൺ, US പവർ ബോളിനൊക്കെ ഉണ്ട്. ഒക്കെ ഞാൻ 1 ടൈം എൻട്രിയാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിൽ ബെറ്റിംഗ് എന്നുള്ളത് ടിക്കറ്റ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം 2 ലൈനിന് $3 ആണ്. ഞാൻ ആഡ് ടു കാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ന്യൂയോർക്ക് ലോട്ടോയുടെ വീഡിയോ ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്ക് പഴയ വീഡിയോയിൽ നോക്കിയാൽ കാണാവുന്നതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. ഡിസ്കൗണ്ട് കോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വെൽക്കം എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് കോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കും. ടോട്ടൽ $2.70 ആണ് ഞാൻ പേ ചെയ്യേണ്ടത്. അതിൽ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നുള്ള കൊടുക്കുക. അപ്പോൾ അതിൽ ബാങ്ക് കാർഡ് ഉണ്ട്, വാലറ്റുണ്ട്, ഇൻസ്റ്റൻറ്റ് ഓപ്ഷൻ, ബാങ്കിങ് ഓപ്ഷൻ ഉണ്ട്. ഞാൻ വാലറ്റിൽ UPI ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ UPI ID ആണ് അവിടെ എൻ്റർ ചെയ്യാൻ പറയുന്നത്. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡോളറിലാണ് നമ്മുടെ പേയ്മെൻറ്റ് കാണിക്കുക, പക്ഷേ നമ്മൾ പേ ചെയ്യുമ്പോൾ ഇന്ത്യൻ കറൻസിയിലേക്ക് മാറിക്കോളും. ജസ്റ്റ് പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭീം UPI ആപ്പിലേക്ക്, അപ്പോൾ ഏത് UPI ആപ്പാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ഉണ്ടാവും. അതിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് അതിലൂടെ നമ്മൾ പേ ചെയ്ത് കൊടുക്കുക. പേ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ടാവും. നമ്മൾ മൈ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് മൈ എൻട്രീസ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ടിക്കറ്റ് പർച്ചേസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ടിക്കറ്റാണ് എടുത്തത്. 2 ടിക്കറ്റിൻ്റെ ഇവിടെ കാണാം 9-ാം തീയതി 9 ജൂലൈനാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് നടക്കുന്നത്. വ്യൂ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാവുന്നതാണ്. ടിക്കറ്റിൻ്റെ സ്കാൻഡ് കോപ്പി ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കുറച്ച് സീരിയൽ നമ്പർ അവർ ഹൈഡ് ചെയ്തിട്ടുണ്ടാവും, ബാർകോഡൊക്കെ. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് എവിടെ നിന്നാണ് എടുത്തതെന്നുള്ളത് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സെക്യൂരിറ്റി റീസൺ കാരണമാണ്. പണ്ട് ഇങ്ങനെ ഇല്ലായിരുന്നു. അത് കുറച്ച് മുന്നേ ആയിട്ട് എന്തൊക്കെ ഇഷ്യൂ ആയിട്ട്
അവരിങ്ങനെ ആഡ് ചെയ്തതാണ്. അത് വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലോട്ടോ, ന്യൂയോർക്ക് ലോട്ടോൻ്റെ സ്കാൻഡ് കോപ്പി ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും എമൗണ്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മെയിൽ ID വെരിഫൈ ചെയ്യണം. അതിനായി നമ്മൾ നേരെ നമുക്ക് വിഡ്രോവൽ എന്നുള്ളത് കാണാം. വിഡ്രോവൽ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആയിട്ടില്ല എന്ന് കാണാം. അതിന് ജസ്റ്റ് നമ്മുടെ ആക്ടിവേഷൻ ലിങ്ക് നമ്മുടെ മെയിലിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാമെന്ന് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന കൊടുത്തിട്ട് നമ്മുടെ ഒരു മെയിൽ നമ്മുടെ മെയിൽ ID വരും. ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ആക്ടിവേഷൻ ആയി ഉണ്ടാവും. ആക്ടിവേഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഡ്രോവലിൻ്റെ ഓപ്ഷൻസ് വരുന്നതാണ്. മിനിമം $15 വേണം നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് അല്ല, വിന്നിങ് എമൗണ്ട് $15 വേണം, എന്നാലേ വിഡ്രോ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ കാർഡുകളിലേക്ക് ചെയ്യാം. വിസ, മാസ്റ്റർ കാർഡ്, മാസ്ട്രോ, അല്ലെങ്കിൽ സ്ക്രിൽ വാലറ്റിലേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ചെയ്യാം. മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് $1,00,000 ആണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ചെയ്യാൻ പറ്റുക. അതിൻ്റെ മുകളിൽ വരികയാണെങ്കിൽ ചെക്കായിട്ടായിരിക്കും ഇവർ തരിക നമ്മുടെ ബാങ്കിൽ. അത് നമ്മൾ ബാങ്ക് ത്രൂ മാറേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിഡ്രോ ചെയ്യേണ്ടത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, വിഡ്രോ കൊടുക്കുക, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, വിഡ്രോ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ റൈറ്റ് സൈഡിൽ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനിൽ ചാറ്റിങ്ങിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലൈവായിട്ട് ചാറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ ഒരു സൊല്യൂഷൻ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് തരുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ലോട്ടോ ഏജൻറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്, ടിക്കറ്റ് പർച്ചേസ് ചെയ്യേണ്ടത്, വിഡ്രോ ചെയ്യേണ്ട ഓപ്ഷനും ഇങ്ങനെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കസ്റ്റമറിൽ ചോദിച്ചാൽ മതി. വളരെ നല്ലൊരു സൈറ്റാണ് ലോട്ടോ ഏജൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് UPI വഴി നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.